നമസ്കാരം. ഡെലിസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. SIR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്തിമ പട്ടികയിൽ 2.69 കോടി വോട്ടർമാർ. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 9 ലക്ഷം പേർ. പേരില്ലാത്തവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നൽകാം. കമ്മീഷൻ വെബ്സൈറ്റിൽ പട്ടിക പരിശോധിക്കാം. ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറി റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റീത്തിന് പിന്നിൽ VD സതീശനെന്ന് മന്ത്രി വീണ ജോർജ്. റീത്ത് വയ്ക്കലല്ല തന്റെ പണിയെന്ന് VD സതീശൻ. പത്തനംതിട്ടയിലും UDF പ്രതിഷേധം. കലാപത്തിനുള്ള ശ്രമമെന്ന് CPM. അമേരിക്ക ഏർപ്പെടുത്തിയ ആഗോള ഇറക്കുമതി തീരുവയിൽ ഇന്ത്യയ്ക്ക് ആശ്വാസം. വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്കും ധാരണയായ രാജ്യങ്ങൾക്കും തീരുവ 10% മാത്രമെന്ന് വൈറ്റ് ഹൗസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രയേലുമായുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ തയ്യാറെടുത്ത ഇന്ത്യ. മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കും. റമദാൻ മാസത്തിൽ അബുദാബിയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം. ഇഫ്താർ സമയത്തിന് മുമ്പ് വീട്ടിലെത്തുവാനുള്ള തിരക്കിൽ അമിത വേഗത ഒഴിവാക്കണമെന്നും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് ചൂടും രാത്രിയിൽ തണുപ്പും അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. മൂടൽ മഞ്ഞിന് സാധ്യത. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ്. ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിൻ്റെയും ഒരു മിന്നൽ പ്രതിഷേധമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. പത്തനംതിട്ടയിലെ സ്വകാര്യ വസതിക്ക് മുമ്പിലും നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ ഒന്നാം പ്രതിയാക്കി കലാപത്തിനും അതിക്രമിച്ചു കയറിയതിനും പോലീസ് കേസെടുത്തു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവ് ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി തൈക്കാട് ഹൗസിലേക്ക് എത്തിയ പ്രവർത്തകർ ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറുകയായിരുന്നു. മന്ത്രിയുടെ വീടിന്റെ വാതിലിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചായിരുന്നു പ്രതിഷേധം. തുടർന്ന് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ ഉപരോധം തീർത്ത് പ്രതിഷേധിച്ചു. ഇതോടെ കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി നീങ്ങിയ ബസ് പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും കൂടുതൽ പോലീസ് എത്തി ഇവരെ മാറ്റി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ മന്ത്രി എന്ന നിലയിൽ നടപടികൾ സ്വീകരിച്ചതായി വീണ ജോർജ് പ്രതികരിച്ചു. ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു. മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന അതിക്രമത്തിൽ കണ്ടോൺമെന്റ് ACPയോട് കമ്മീഷണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ മന്ത്രി V ശിവൻകുട്ടി, മുൻ മന്ത്രി PK ശ്രീമതി തുടങ്ങിയവർ രംഗത്തെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ UDFന്റെ പ്രതിഷേധമുണ്ടായി. മന്ത്രിയുടെ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി വിളിച്ചു ചേർത്ത സ്വാഗത സംഘം രൂപീകരണ യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയിലേക്ക് എത്തി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിക്ക് മുൻപിലുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത യോഗത്തിൽ പ്രതിഷേധ സംഭവങ്ങൾ അരങ്ങേറിയത്. മന്ത്രിയുടെ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ UDF പ്രവർത്തകർ ബഹളം വെച്ചതോടെ പ്രതിരോധവുമായി LDF പ്രവർത്തകരും രംഗത്തെത്തി. കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, OP ബ്ലോക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ, ജില്ലാ സ്റ്റേഡിയം, വിവിധ റോഡുകൾ എന്നിവയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിരുന്നു യോഗം. പൂർത്തിയാകാത്ത പദ്ധതികൾ ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് UDF പ്രവർത്തകർ രംഗത്തെത്തിയത്. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഈ കള്ള ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഇതിനിടെ ചില മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നുവെന്നും വസ്തുത മറച്ചുവെക്കുന്നുവെന്നും മന്ത്രി വിമർശനമുന്നയിച്ചു.
വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. ഇരുവിഭാഗവും നേർക്കുനേർ നിന്നതോടെ വാക്കേറ്റവും കൂക്കുവിളിയും കനത്തു. സംഗതി കൈവിട്ടുപോകുമെന്ന ഘട്ടത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടു. പ്രതിഷേധങ്ങൾക്കിടയിലും സ്വാഗത സംഘം രൂപീകരണ യോഗം പൂർത്തിയാക്കിയ ശേഷമാണ് മന്ത്രി വീണ ജോർജ് മടങ്ങിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അതേസമയം രൂക്ഷമായ വിമർശനമാണ് രാഷ്ട്രീയ തലത്തിലുണ്ടാകുന്നത്. വി.ഡി. സതീശിൻ്റെ നിർദ്ദേശപ്രകാരം നടന്ന ആക്രമണമെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗാർഡിനെയും ആക്രമിച്ചു. മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം താൻ ചെയ്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നു എന്ന ആക്ഷേപമാണ് മന്ത്രി വീണ ജോർജ് ഉയർത്തുന്നത്. അതേസമയം മന്ത്രി വീണ ജോർജിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വരുന്നു. മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വയ്ക്കാൻ പറയുന്നതല്ല തൻ്റെ പണിയെന്നും വീടിന് അകത്തേക്ക് കയറിയുള്ള പ്രതിഷേധത്തോട് യോജിപ്പില്ല എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്, കൻ്റോൺമെൻറ് ഹൗസിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് DYFIക്കാരെ ഇരച്ചു കയറി വീട്ടിലെ ചെടിച്ചട്ടികളും മറ്റതും എല്ലാം തകർത്തു. അത് ഈ മന്ത്രിമാരുടെ പിന്തുണയോടുകൂടിയാണ് അവരയച്ചത് ആണോ? എൻ്റെ പറവൂരിലുള്ള എൻ്റെ സ്വകാര്യ വസതിയിലേക്ക് 30 പേര് വന്നു, DYFIക്കാർ വന്നു, ബാളം ഉണ്ടാക്കി വീട് അവിടെ നിന്നിരുന്നവരെ അടിച്ചു. എന്നിട്ട് അവിടെ എൻ്റെ വീടിൻ്റെ അകത്ത് ഗേറ്റിൻ്റെ അകത്ത് നിന്നിരുന്നവർക്കെതിരായിട്ട് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തു. മെഡിക്കൽ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ പുറത്തെടുത്ത ഉപകരണം അമ്പലപ്പുഴ പോലീസിന് കൈമാറി. രോഗിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ ഉഷയുടെ വയറ്റിൽ നിന്ന് ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ OV സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ KV സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി K എന്നിവർ നേതൃത്വം നൽകി. 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. സർക്കാർ നിർദ്ദേശിച്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ, സർജറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ സിയാദ് AK എന്നിവരും ശസ്ത്രക്രിയയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വയറ്റിൽ നിന്ന് പുറത്തെടുത്ത സർജിക്കൽ ഉപകരണം നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടിമുതലാണ്. അതിനാൽ തന്നെ ഇത് കേസ് അന്വേഷിക്കുന്ന അമ്പലപ്പുഴ DYSPക്ക് കൈമാറി. 5 വർഷം മുൻപാണ് ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ മെഡിക്കൽ ഉപകരണം ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയത്. മാധ്യമവാർത്തകളെ തുടർന്ന് KC വേണുഗോപാൽ MPയുടെ ഇടപെടലിലാണ് ഉഷയെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊച്ചി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. ഉഷയുടെ ബന്ധു നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശസ്ത്രക്രിയ നടത്തിയ ടീമിലെ ആരും തന്നെ കേസിൽ പ്രതികളല്ല. ഉഷയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ വിദഗ്ധ സംഘം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറും. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റുള്ളവരോ പ്രതികളല്ല. മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമാം വിധം പ്രവർത്തിച്ചെന്നാണ് FIR-ൽ പറയുന്നത്. BNS 125, 125A എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. അതേസമയം ഉഷയുടെ പരാതിയിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തി. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരാണ് ചികിത്സാ പിഴവ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ശസ്ത്രക്രിയയ്ക്കിടെ ഉഷയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ ധന്യയെയും ഇന്നലെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൽ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുക. അമൃത ന്യൂസ്, ആലപ്പുഴ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസർ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. സിസേറിയന് പിന്നാലെയാണ് കുഞ്ഞു മരിച്ചത്. സംഭവത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ സെയ്തലി കൈപ്പാടി ആവശ്യപ്പെട്ടിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. ഇടുക്കി ആനച്ചൽ സ്വദേശി ശെൽവരാജിനാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്. പക്ഷാഘാതമുണ്ടായി 14 ദിവസം അടിമാലി താലൂക്ക് ആശുപത്രി, ഇടുക്കി മെഡിക്കൽ കോളേജ്, ചിത്രപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ രോഗിക്ക് കഴിയേണ്ടി വന്നതായും പരാതിയുണ്ട്.
പക്ഷാഘാതത്തെ തുടർന്ന് പൂർണ്ണമായി തളർന്ന അവസ്ഥയിലാണ് മൂന്നാർ ആനച്ചാൽ സ്വദേശി സെൽവരാജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിച്ചത്. അടിയന്തരമായി ചികിത്സ വേണ്ട സാഹചര്യത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ലഭിച്ച ടോക്കൺ നമ്പർ 41. ഊഴമെത്താൻ കുറഞ്ഞത് 1.5 മാസം സമയം. ഇതിനിടെ എന്തും സംഭവിക്കാമെന്ന് അധികൃതർ അറിയിച്ചതോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഇവർ നിർബന്ധിതരായി. ഇപ്പോൾ ബിൽ തുക കൊടുത്തു തീർക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ഈ സിസ്റ്റത്തെ പഴിക്കുകയാണ് സെൽവരാജിന്റെ ഭാര്യ ശാന്തമ്മ. 1 ലക്ഷം രൂപ അവിടുന്ന് ഇവിടുന്ന് കടമൊക്കെ വാങ്ങിച്ച് അടച്ചു. ഇപ്പം 4 ലക്ഷം രൂപ, 4 അധികമുണ്ട്, 2 ദിവസം ബില്ലില്ലാതെ 4 ലക്ഷം രൂപ പെൻഡിങ്ങാണ്. അപ്പോൾ ഇന്നലെ ആയപ്പോഴത്തേനും അവസ്ഥ വീണ്ടും മോശമായി. പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് ശാന്തമ്മ സെൽവരാജുമായി കോട്ടയത്ത് വന്നത്. എന്നാൽ ശസ്ത്രക്രിയ ഉടൻ ചെയ്യാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ നിരാശരായി. ഇതുവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ 5 ലക്ഷത്തോളം രൂപ ചിലവായി. കൂലിപ്പണി ചെയ്ത് വീട് നോക്കിയിരുന്ന ശാന്തമ്മ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത സ്ഥിതിയിലാണിപ്പോൾ. അമൃത ന്യൂസ്, ഇടുക്കി. മഹിളാ കോൺഗ്രസ് നേതാവ് ആർ രശ്മി BJP അംഗത്വം സ്വീകരിച്ചു. മാരാജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് രശ്മി അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ആർ രശ്മി പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രശ്മി മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. 2021 കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു രശ്മി. ആയിഷ പോറ്റി ഇടതുമുന്നണിയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നതു മുതൽ രശ്മി പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. 2 ഉപാധികൾ കോൺഗ്രസിന് മുന്നിൽ രശ്മി വച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യത പാർട്ടി തീർക്കണമെന്നും UDF അധികാരത്തിൽ വന്നാൽ ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ അനുകൂലമായ മറുപടി കോൺഗ്രസ് നേതാക്കൾ നൽകിയില്ല എന്നാണ് വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളാണ് പാർട്ടിയിൽ നിന്ന് അകലാൻ കാരണമായതെന്നും നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും രശ്മി പറയുന്നു. ആയിഷ പോറ്റിയുടെ കടന്നുവരവല്ല പാർട്ടി വിടാൻ കാരണമെന്നും അവർ വ്യക്തമാക്കി. പാർട്ടിയുടെ കൊട്ടാരക്കരയിൽ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന പലരും ഇന്ന് അവരെല്ലാം DCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായി മാറിക്കഴിഞ്ഞു. അവർ വളരെ മോശമായ വാക്കുകളാണ് എന്നെ ഉപയോഗിച്ചത്. ഒരു പാർട്ടി മീറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ ഒരു പൊതുസ്ഥലത്ത് നിന്നാണ് എന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചത്. അതാണ് എന്നെ വേദനിപ്പിച്ചത്. ധാരാളം തിക്ത അനുഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും DCCയുടെ അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി ഒന്ന് പരിഹരിക്കാൻ പോലും തയ്യാറായില്ല. അതാണ് എൻ്റെ പാർട്ടി മാറ്റത്തിലെ ഏറ്റവും ഉണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ രശ്മി മത്സരിക്കുമെന്ന് പാർട്ടിയിൽ അംഗത്വം നൽകിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രശ്മിയെ പാർട്ടിയിൽ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് 100% വിശ്വാസമുണ്ട്. രശ്മി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്, കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ രാജീവ് പ്രസാദ്, NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2.69 കോടി പൗരന്മാരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 9 ലക്ഷത്തോളം പേർ പുറത്തായി. ഒട്ടേറെ രാഷ്ട്രീയ നിയമയുദ്ധങ്ങൾക്ക് വഴിവെച്ച കേരളത്തിലെ SIRന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,69,53,644 പൗരന്മാരാണ് പട്ടികയിലുള്ളത്. ഇതിൽ 1,31,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീകളും അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2,23,558 പേർ പ്രവാസി വോട്ടർമാരാണ്. 54,110 സർവീസ് വോട്ടർമാരുമുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ 2,54,42,352 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2025 നവംബർ 4-നാണ് ആരംഭിച്ചത്. ഡിസംബർ 23 മുതൽ ജനുവരി 30 വരെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച അവകാശവാദങ്ങളും എതിർപ്പുകളും വ്യക്തമാക്കാനുള്ള കാലയളവായിരുന്നു. ഡിസംബർ 23 മുതൽ ഫെബ്രുവരി 14 വരെ പല ഘട്ടങ്ങളിലായി ഹിയറിംഗും പരിശോധനകളും നടന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ 9 ലക്ഷം പൗരന്മാരാണ് പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദി പൗരന്മാർക്ക് പുതിയ പാസ്പോർട്ട് അനുവദിക്കാനും പുതുക്കുവാനുമുള്ള അടിസ്ഥാന ആവശ്യകതകളിൽ നിന്ന് ട്രാഫിക് പിഴ അടയ്ക്കണമെന്ന നിബന്ധന നീക്കം ചെയ്തു. അബ്ഷിർ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ സൗദി പാസ്പോർട്ട് സേവനങ്ങൾ ആക്സസ് ചെയ്യുമ്പോൾ പുതിയ അപ്ഡേറ്റ് ദൃശ്യമാകും.
കുവൈറ്റിൽ അനുമതിയില്ലാതെ റമദാൻ ഒത്തുചേരലുകൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒത്തുചേരലുകൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ 6 മാസം തടവും 1000 ദിനാർ പിഴയും ചുമത്തുമെന്ന് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിൽ വന്ന വിവരങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഈ വിഷയത്തിൽ ഏതെങ്കിലും പ്രസ്താവനയോ തീരുമാനമോ പുറപ്പെടുവിച്ചിട്ടില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ റമദാൻ മാസം ആരംഭിച്ചതോടെ ആടുകളുടെയും ആട്ടിറച്ചിയുടെയും വില കുത്തനെ വർദ്ധിച്ചു. ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചതും ഫ്രഷ് മാംസത്തിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചതുമാണ് ചുരുങ്ങിയ സമയത്തിനകം വില കുത്തനെ ഉയരാൻ കാരണമായത്. വിപണിയിൽ ഏറ്റവും ഉയർന്ന വിലയുള്ള നയിമി ആടിൻ്റെ വില 120 മുതൽ 150 ദിനാർ വരെയാണ് നിലവിൽ എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് 170 ദിനാർ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഷിഫാലി ആടിൻ്റെ വില 90 ദിനാറിൽ നിന്നും 120 ദിനാറായി ഉയർന്നു. അടുത്ത ദിവസങ്ങളിൽ ഇത് 140 വരെ എത്തുമെന്നാണ് സൂചന. ദുബായിലെ ജനസംഖ്യ 40 ലക്ഷം കടന്നു. 900 ബില്യൺ ദിർഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കഴിഞ്ഞ വർഷം നടന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിൽ മേഖലയിലെയും ബിസിനസ് മേഖലയിലെയും വളർച്ച, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം എന്നിവയാണ് വർധനവിന് കാരണം. 2025 ഓഗസ്റ്റിൽ മാത്രം 18,000 പുതിയ താമസക്കാരാണ് ദുബായിൽ എത്തിയത്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം 2025 2 ലക്ഷത്തിലധികം ഇടപാടുകളിലൂടെ 680 ബില്യൺ ദിർഹത്തിൻ്റെ വിൽപ്പനകളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടന്നത്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് ചൂടും രാത്രിയിൽ തണുപ്പും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. പകൽ സമയത്ത് പരമാവധി താപനില 25 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. രാത്രിയിൽ ഇത് 12 മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയും. മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ കാഴ്ചപരിധി കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സമുദ്രനിരപ്പിൽ തിരമാലകൾ 1 മുതൽ 4 അടി വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. റമദാൻ മാസത്തിൽ UAE-യിലും വിദേശത്തുമായി 80 ലക്ഷം ഭക്ഷണപ്പൊതികൾ നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് UAE ഫുഡ് ബാങ്ക്, ചാരിറ്റി ഫ്രിഡ്ജ്, മൈ ഹോം വിത്തൗട്ട് വേസ്റ്റ്, മീർ അൽ ഖൈർ, സബീൽ ഇഫ്താർ, റീസൈക്കിൾ, റീലൈഫ് എന്നീ 5 സംരംഭങ്ങളിലൂടെയാണ് മിച്ചം വരുന്ന ഭക്ഷണം ശേഖരിച്ച് വിതരണം ചെയ്യുന്നത്. ദുബായിലെ താമസയിടങ്ങളിൽ സ്ഥാപിക്കുന്ന ചാരിറ്റി ഫ്രിഡ്ജ് പദ്ധതിയിലൂടെ വീടുകളിൽ നിന്നും സുരക്ഷിതമായി ഭക്ഷണം ശേഖരിക്കാൻ സാധിക്കും. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും ഈ ഉദ്യമത്തിനുണ്ട്. മൈ ഹോം വിത്തൗട്ട് വേസ്റ്റ് പദ്ധതിയിലൂടെ ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കുവാനുള്ള ബോധവൽക്കരണവും നടത്തും. റമദാൻ മാസത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർശന ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി പോലീസ്. ഇഫ്താർ സമയത്തിന് മുമ്പ് വീട്ടിലെത്തുവാനുള്ള തിരക്കിൽ അമിത വേഗത ഒഴിവാക്കണമെന്നും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. നോമ്പുകാലത്തെ ശാരീരിക ക്ഷീണം ഡ്രൈവിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ അനുസരണയുടെയും സുരക്ഷയുടെയും മാസം എന്ന പേരിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി പ്രത്യേക ക്യാമ്പയിനും അധികൃതർ തുടക്കം കുറിച്ചു. മുൻവർഷത്തെ കണക്കുകൾ പ്രകാരം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വന്തം സുരക്ഷയ്ക്കൊപ്പം മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും വില കൽപ്പിക്കണമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റോഡുകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായും അബുദാബി പോലീസ് അറിയിച്ചു. അജ്മാൻ പോലീസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ റമദാൻ കാർണിവൽ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 19 വരെ അജ്മാൻ പോലീസ് ക്ലബ്ബ് പരിസരത്ത് വൈകുന്നേരം 6 മുതൽ രാത്രി 2 മണി വരെയാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. സ്വദേശി പ്രവാസി കുടുംബങ്ങൾക്ക് റമദാൻ രാവുകൾ കൂടുതൽ ആസ്വാദികരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഒരുക്കുന്നതെന്ന് അജ്മാൻ പോലീസ് ക്ലബ്ബ് അധികൃതർ പറഞ്ഞു. 150 സ്റ്റാളുകൾ മേളയിൽ ഉണ്ടാകും. കാർണിവൽ സന്ദർശിക്കുന്നവർക്ക് ആകർഷകരമായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങളുമുണ്ട്. അജ്മാൻ പോലീസ് ക്ലബ്ബിൽ പണമടച്ച് പങ്കെടുക്കേണ്ട കായിക ഇനങ്ങളിൽ പലതും കാർണിവൽ കാലത്ത് സൗജന്യമായി ലഭ്യമാക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പകരച്ചുങ്കം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ ആഞ്ഞടിച്ച് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധിക നികുതി ചുമത്തി. താരിഫുകൾ നിയമാനുസൃതമല്ല എന്ന കോടതി വിധി തള്ളിയ ട്രംപ് ബദൽ നിയമങ്ങൾ ഉപയോഗിച്ച് തീരുവ പുനഃസ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം വ്യാപാര മേഖലയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് 10% മാത്രമായിരിക്കും താരിഫ്. ഒപ്പുവച്ചില്ല എങ്കിലും ഇന്ത്യക്കും ആശ്വാസകരമാകുമെന്ന തീരുമാനമാണ് ഇത്. വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് മേൽ താൻ ചുമത്തിയ തീരുവകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ അപമാനകരം എന്ന് വിശേഷിപ്പിച്ച ശേഷമാണ് 150 ദിവസത്തേക്ക് 10% ആഗോള താരിഫ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക കമ്മി പരിഹരിക്കാൻ താൽക്കാലികമായി സർചാർജ് ചുമത്താൻ
പ്രസിഡന്റിനെ അനുവദിക്കുന്ന 1974 നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് പുതിയ പ്രഖ്യാപനം. മുമ്പ് ചുമത്തിയ താരിഫുകൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞു. Members of the court absolutely ashamed for not having the courage to do what's right for our country. Foreign countries that have been ripping us off for years are ecstatic. They're so happy. And they're dancing in the streets, but they won't be dancing for long. That I can assure you. ജഡ്ജിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഡൊണാൾഡ് ട്രംപ് ജഡ്ജിമാർ ദേശസ്നേഹമില്ലാത്തവരാണെന്നും വിദേശ താൽപര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും കുറ്റപ്പെടുത്തി. നികുതി ചുമത്താനുള്ള അധികാരം ഭരണഘടനാപരമായി കോൺഗ്രസിനാണ് ഉള്ളതെന്നും പ്രസിഡന്റിന് അത് ഏകപക്ഷീയമായി നടപ്പാക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയാണ് 9-6 വോട്ടോടെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധി പ്രഖ്യാപിച്ചത്. അതേസമയം ഇന്ത്യ അടക്കം വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് 10% മാത്രമായിരിക്കും താരിഫ് എന്നും നരേന്ദ്രമോദി തന്റെ ഉത്തമ സുഹൃത്താണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. And we're doing trade with India. India pulled out of Russia. You know, India was getting its oil from Russia, right? And they pulled way back at my request because we want to settle that horrible war where 25,000 people are dying every month. And my relationship with Prime Minister Modi is, I would say, great. തന്റെ വ്യാപാര അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് തീരുവ ചുമത്താൻ കൂടുതൽ ശക്തമായ മാർഗങ്ങളുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന ബ്രാൻഡിയുടെ പേര് മിന്നൽ മാജിക് എന്നാക്കി ബെബ്കോ. നേരത്തെ നിശ്ചയിച്ചിരുന്ന മലബാർ മിസ്റ്ററി എന്ന പേര് മാറ്റി. പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസ് ഉദ്ഘാടനം നടത്തി എക്സൈസ് മന്ത്രി MP രാജേഷ്. പാലക്കാട് മേനൻപാറയിലാണ് ബ്രാൻഡിയുടെ ഉത്പാദനം നടത്തുന്നത്. ഒരു മാസത്തിനകം മിന്നൽ മാജിക് ബെബ്കോ ഔട്ട്ലെറ്റുകളിലെത്തും. 13,500 കേസ് മദ്യമായിരിക്കും ദിനംപ്രതി ഉണ്ടാക്കുക. 6 ലിറ്റർ കുപ്പിയിലാണ് ഉത്പാദനം. 6 ലിറ്റർ മിന്നൽ മാജിക്കിന് 400 രൂപയെന്ന സൂചന. നിലവിൽ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത് ജവാൻ ഡ്രം മാത്രമാണ്. നേരത്തെ പൊതുജനങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചത് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പേര് ബ്രാൻഡിക്ക് ഇടുമെന്നും തെരഞ്ഞെടുത്ത പേരിന് 10,000 രൂപ സമ്മാനമായി നൽകുമെന്നും നേരത്തെ ബെബ്കോ MD പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജിയെത്തിയതോടെ പരസ്യം നൽകിയത് തങ്ങളല്ല എന്ന് ബെബ്കോ സത്യവാങ്മൂലം നൽകി തടിയൂരി. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വെള്ളം തുടക്കത്തിൽ മലമ്പുഴ ഡാമിൽ നിന്ന് നേരിട്ടെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠര രാജീവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിനും ED സമൻസ്. ഇവരോട് മാർച്ച് ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SITയുടെ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ED നടപടി. തന്ത്രി കണ്ഠര രാജീവർക്കും N. വാസുവിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ഇതിൽ തന്ത്രിയോട് മാർച്ച് 4-ന് എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SITയുടെ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. തന്ത്രി രാജീവരും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിനിടെയാണ് ഇരുവർക്കും കുരുക്കായി EDയുടെ നോട്ടീസ് എത്തുന്നത്. തന്ത്രിയുടെ സാമ്പത്തിക വരുമാനത്തെയോ സ്രോതസ്സുകളെക്കുറിച്ച് അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ടയിലെയും കുന്നംകുളത്തെയും ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ തന്ത്രിക്കും കുടുംബത്തിനുമുള്ള നിക്ഷേപമടക്കമുള്ള കാര്യങ്ങളിൽ ED വ്യക്തത തേടും. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അഡ്ലേഡ് ഓവലിൽ നടന്ന ആവേശകരമായ 3ാം T20 മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 17 റൺസിന് തകർത്ത് ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. സ്മൃതി മന്ദാനയുടെയും ജിമിമ റോഡ്രിഗസിൻ്റെയും തകർപ്പൻ ബാറ്റിങ്ങും യുവ സ്പിന്നർ ശ്രേയങ്ക പാട്ടീലിൻ്റെ മാന്ത്രിക ബൗളിങ്ങുമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. 2016 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വനിതകൾ ഓസ്ട്രേലിയയിൽ ഒരു T20 പരമ്പര നേടുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.